ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഡോക്ടർ കിരണിനോട് പറയേണ്ടത്, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ജീവന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ ആള് അതും പോയി എന്ന് പറയാണ്. മൂപ്പൻ മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോഴേക്കും കിരണിനും ബൈജുക്കും രതീഷിനും അത് വല്ലാത്ത വിഷമമാട്ടോ. അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. എന്താ കിരണേട്ടാ, മൂപ്പൻ ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ കല്യാണി മൂപ്പൻ പോയി കല്യാണി എന്ന് പറയാണ്. അത് കല്യാണിക്ക് വല്ലാത്ത ഷോക്കാവാണ്. അവിടേക്ക് ഓടിപ്പിടച്ചു വരുവാണ് വേലു കേട്ടോ. കിരൺ സാറേ മൂപ്പനിപ്പ് എങ്ങനെയുണ്ട്, മൂപ്പനിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. എടാ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേലുവിനെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറ്റി നിർത്താണ്. ശേഷം കിരൺ ഇങ്ങനെ സമാധാനത്തോടെ ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. ഇങ്ങനെ കുത്തുകൊണ്ടായിരുന്നു, ഞങ്ങളിവിടെ എത്തിച്ചായിരുന്നു, പക്ഷേ മൂപ്പം പോയടാ എന്ന് പറയുമ്പോഴേക്കും വേലു ഭയങ്കര ഉച്ചത്തിൽ തന്നെ വാവിട്ട് നിലവിളിക്കട്ടെ. അയ്യോ മൂപ്പ മാമ മാമ, അയ്യോ മാമ എന്താ മാമ കാണിച്ചത്, അയ്യോ മാമൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോഴേക്കും കിരണും കല്യാണിയും അതുപോലെ തന്നെ രതീഷും ബൈജും നമ്മുടെ വേലുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വേലു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുമ്പോ, എന്നാലും അവന്റെ ചതി മനസ്സിലാക്കാതെ പോയല്ലോ കിരൺ സാറെ ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, കല്യാണി നോക്ക്, നീ ലക്ഷ്മിയമ്മനെ ഇപ്പൊ വിളിക്കണം, എന്നിട്ട് ലക്ഷ്മിയടുത്തും കാർത്തികടുത്തും ജാഗ്രതയായിട്ട് ഇരിക്കാൻ പറയണം. അവൻ ആദ്യം അന്വേഷിക്കാൻ പോണത് അവരുടെ അടുത്തേക്ക് അയക്കും, പിന്നെ ദിലീപ് അവന്റെ അടുത്തും സൂക്ഷിക്കണമെന്ന് പറയണം. രതീഷ്, ബൈജു, മൂപ്പര് ഡെഡ് ബോഡി നിങ്ങൾ വേണം ഊരിലെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ശരി സാറേ, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ബൈജും രതീഷും പറയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കാണിക്കണത് നമ്മുടെ കിരൺ ലക്ഷ്മിയമ്മനെ വിളിക്കുകയാണ്. ഹലോ മോനെ കിരണേ, അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കുമ്പോ, അച്ഛന് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്, കുഴപ്പമൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. പിന്നെ ഞാനിപ്പോ വിളിച്ചത് അത് പറയാൻ വേണ്ടിട്ടല്ല. എന്താ മോനെ, അത് ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെയും ഒന്നും കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിയില്ല ലക്ഷ്മിയമ്മേ. എന്താ എന്താ മോൻ പറയണത്? ആ ഗംഗപ്രസാദ് അവൻ മരിച്ചിട്ടില്ല. അവൻ മരിച്ചിട്ടില്ലെന്നോ? അതെ, കാട്ടിലായിരുന്നു അവൻ താമസിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങള് തേൻ മേടിക്കാൻ പോയില്ലേ, ആ കാട്ടിൽ തന്നെയാ അവൻ താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ തേനിൽ വിഷം കളിക്കിയത് അവൻ തന്നെയാണോ? അവൻ തന്നെ ആവാനാ ചാൻസ്. ഞങ്ങൾ അവനെ കണ്ടില്ല, പക്ഷെ അവൻ ഞങ്ങളെ കണ്ടു കാണുമായിരിക്കും. പാവപ്പെട്ട കാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കായിരുന്നു അവൻ. അവിടുത്തെ കാട്ടുമൂപ്പന്റെ വീട്ടിലായിരുന്നു അവൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പാമ്പിന്റെ വാല് മുറിഞ്ഞു പോയിട്ട് പിന്നെ ഒന്ന് ശരിയാവണ വരെ അവന്റെ മുറിഞ്ഞു പോയ വാല് ശരിയാക്കി കൊടുത്തത് അവിടുത്തെ മൂപ്പനായിരുന്നു. പക്ഷെ അവസാനം ആ ജനങ്ങളെ പറ്റിച്ച് അവൻ അവിടുത്തെ മൂപ്പനെയും കൊന്നിട്ടാണ് നാട്ടിലേക്ക് ഇപ്പൊ ഓടി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അയ്യോ എന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോ, അതേ ലക്ഷ്മിയമ്മേ, അവിടെ അവൻ താമസിച്ചത് ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ടാ, സംസാരശേഷി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഇതും അവൻ കാണിച്ചായിരുന്നു. അവനവിടെ കാട്ടില് ആൾക്കാരുടെ ജീവിതം പഠിക്കാൻ വന്നതാണെന്നും, പിന്നെ കാട്ടിലെ ആൾക്കാരെ ദുരൂഹ ദുരു അവരെ ഉപദ്രവിക്കണവരെയും അതുപോലെ തന്നെ കാട്ടിലെ മൃഗങ്ങളെ ഉപദ്രവിച്ച് മാംസമാക്കുന്നവരെയൊക്കെ കുറിച്ചുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വന്ന ആളാന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം അവൻ നേടിപ്പറ്റിയത്. കാട്ടിലെ ജനങ്ങൾ പാവങ്ങളായോണ്ട് അവരെ വിശ്വസിച്ചും ചെയ്തു. എന്നിട്ട് അവൻ രക്ഷപ്പെട്ടു മോനെ. അതെ രക്ഷപ്പെട്ടു. കാട്ടിലെ മൂപ്പൻ ഇതെല്ലാം സത്യങ്ങളെല്ലാം പോലീസുകാർ പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി പോയ കാട്ടിലെ മൂപ്പന വലിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് അവൻ കുത്തി. ഞങ്ങൾ ഇവിടെ ആ സമയത്ത് എത്തിയപ്പോഴേക്കും ഇവിടെ എത്തിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ, പക്ഷേ കാട്ടുമൂപ്പൻ ഇപ്പൊ മരിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചത് ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ കാർത്തിക നന്നായിട്ട് സൂക്ഷിക്കണം. വാതിലുകളും ജനങ്ങളും എപ്പോഴും അടച്ചിരിക്കണം. പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങരുത്. പിന്നെ ദിലീപിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയണം, സൂക്ഷിക്കാൻ പറയണം. കാർത്തിച്ചിനെ കെട്ടാൻ പോണ ആളായത് കൊണ്ട് തന്നെ ദിലീപ് ഏട്ടനും ഇപ്പൊ നല്ല നല്ല രീതിയിൽ തന്നെ അവൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നോക്കണം. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. കാർത്തിക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരാമ എന്താ വിളിച്ചത്? കിരണ മോളെ വിളിച്ചത്. കിരൺ എന്താ പറഞ്ഞത്? നമ്മൾ സംശയിച്ചത് സത്യ മോളെ. ആ ഗംഗപ്രസാദ് അവൻ ജീവനോടെ ഉണ്ട്. ഈശ്വര, അവൻ ജീവനോടെ ഉണ്ടോ? അതെ, ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്നതും അതുപോലെ തന്നെ തേനിൽ വിഷം ചേർത്തതും എല്ലാം അവനാ. കിരൺ അവന് മരിച്ചു എന്ന് പറഞ്ഞു ഒരു കാട്ടിലേക്ക് ഇട്ടില്ലേ, ആ കാട്ടിൽ നിന്ന് അവൻ ജീവൻ പിടിച്ചു വരുമായിരുന്നു. ആ കാട്ടിലുള്ള കാട്ടുമൂപ്പനെയൊക്കെ പറ്റിച്ച് അവനോട് ജീവിക്കായിരുന്നു. എന്നിട്ട് അവസാനം കാട്ടുമൂപ്പനെയും കൊന്ന് അവനിപ്പോ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്നാലും അവൻ എന്തൊരു ജന്മമാമേ, ഇങ്ങനെ മരിക്കാതിരിക്കാൻ അവൻ എന്തൊരു ജന്മമാണ് എന്ന് ചോദിക്കുമ്പോ, അതേ മോളെ, അതന്നെയാ പ്രശ്നം. അന്ന് അവൻ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ ഇവിടെ വന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു പോയില്ല അവൻ. മോള് വെടി ഇട്ടപ്പോഴേക്കും ആ വെടിയുടെ ഒരു ഉണ്ട അവന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു. എന്തായാലും ഇനി സൂക്ഷിക്കണം മോളെ, നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് ലക്ഷ്മി അമ്മ പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജും രതീഷൊക്കെ കൂടിയിട്ട് കാട്ടില് മൂപ്പന്റെ ബോഡി എത്തിച്ചേട്ടോ. മൂപ്പന്റെ ബോഡിക്കരികിൽ ഇരുന്നിട്ട് മൂപ്പത്തി ഭയങ്കര കരച്ചിലാണ്. അയ്യോ മൂപ്പ എന്നെ വിട്ടു പോയല്ലോ, കണ്ണു തുറക്കും മൂപ്പ, ഞാൻ എന്റെ കൂടെ തന്നെ ഇല്ലേ മൂപ്പ, എന്നെ കൂടെ കൊണ്ടുപോകാൻ പാടില്ല, എന്നെ എന്തിനാ മൂപ്പ ഇങ്ങനെ വെച്ചേക്കുന്നത്, കണ്ണു തുറക്കും മൂപ്പ എന്ന് പറഞ്ഞിട്ട് മൂപ്പത്തി ഭയങ്കര കരച്ചിലാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കരയുന്നുണ്ട് കേട്ടോ. വേലും കരയുന്നുണ്ട്. മാമ എന്തിനാ മാമ കണ്ണു തുറക്കും മാമ എന്ന് പറഞ്ഞ കരയാണ്. തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നെല്ലാം കണ്ടോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇരുന്നിരിപ്പി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ അമലു.
അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ വരുമ്പോഴേക്കും വേലു അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം പുറത്തേക്ക് പോവാണ്. രതീഷും ബൈജും വേലുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരും അവിടേക്ക് വരുന്നുണ്ട്, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. വേലുവിനോട് പറയുന്നുണ്ട്, എടാ വേലു, ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഊരിൽ നിങ്ങളുടെ കുടിയിൽ വന്നതാടാ. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആരും സത്യം പറഞ്ഞില്ല. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോ വിവരം അറിയിക്കണമെന്ന്, പക്ഷെ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. സാറേ, തെറ്റു പറ്റിപ്പോയി സാറേ. അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന രീതിയിലായിരുന്നു എന്റെ മാമനെയും മാമീനെയും അവൻ പറ്റിച്ചത്. പല പ്രാവശ്യം കിരൺ സാറിനോടത്ത് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ നിന്നതാണ്. കിരൺ സാറും കല്യാണി മേഡവും നല്ല ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അവരോട് സത്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിന്നത്. പക്ഷെ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഊരുവലൊക്കെ ഉണ്ടാവും. ഈ ഊരിന്ന് എനിക്ക് പോവേണ്ടി വരും സാറേ എന്ന് പറയാണ്. അവൻ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ നിന്ന അമലുമായിട്ട് അവൻ നല്ല രീതിയിൽ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അമലും അവനെ സപ്പോർട്ടായിരുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? നിന്റെ പെണ്ണിനെ വല്ല കുഴപ്പമൊന്നും പറ്റാത്തത് മഹാഭാഗ്യം എന്ന് ഫോറസ്റ്റുകാർ പറയാണ്. അല്ല, മൂപ്പന്റെ ബോഡി എപ്പോഴാണ് എടുക്കുന്നത് ചോദിക്കുമ്പോ വേലു പറയുന്നുണ്ട്, ഒന്നും തീരുമാനിച്ചിട്ടില്ല സാറേ. ശരി, ബോഡി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും ആരെങ്കിലൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ അവിടെ നിന്ന് പോവാണ്. ബൈജുവും രതീഷും പറഞ്ഞിടാ, നീ സമാധാനത്തോടെ ഇരിക്കട, നീ വേണ്ട അവരെ സമാധാനിപ്പിക്കുക, നീ അമലുവിനെ സമാധാനിപ്പിക്കുന്ന പറയുമ്പോ അമലു അവളായിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ടായിരുന്നു സാറേ. കാട്ടിൽ വെച്ച് ഞാൻ അരുതാത്ത പല രീതിയിലും അവര് രണ്ടുപേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയുമ്പോ എല്ലാം എന്റെ തെറ്റിദ്ധാരണയാണെന്നാണ് മാമനും മാമിയും പറഞ്ഞത്. അവനൊരു പാവമാണെന്ന് അവരൊക്കെ വിശ്വസിച്ചത്. അപ്പൊ ബൈജു പറയുന്നുണ്ട്, എടാ അങ്ങനെ നടന്നാലും ആ പെണ്ണിനൊരു ഒരു മോശമായിട്ടൊന്നും സംഭവിക്കാത്തത് മഹാഭാഗ്യം എന്ന് വിചാരിക്കേ. വലിയ തെറ്റൊന്നും പറ്റിയില്ലല്ലോടാ, അതന്നെ വലിയ കാര്യം എന്നിങ്ങനെ പറയാണ്. നീ ഒരു കാര്യം ചെയ്യ്, അമലുവിനെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് രതീഷ് പറയാണ്. അങ്ങനെ വേലു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രതീഷ് ബൈജുനോട് പറയുന്നുണ്ട്, ശരിയാ, ആ അമലു എന്ന് പറഞ്ഞ പെൺകുട്ടിനെ ഒന്നും പറ്റാത്തത് മഹാഭാഗ്യം എന്ന് പറയുമ്പോ ബൈജു പറയുന്നുണ്ട്, രതീഷ് അളിയാ, പറ്റിയിട്ടുണ്ടോന്ന് ആർക്കറിയാം. അവനൊക്കെ അവന്റെ കാര്യം നേടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും വേലത്തരവും കാണിക്കും. അത് നീ പറഞ്ഞ ശരിയാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട പെണ്ണുങ്ങളെ ഇങ്ങനെ അവൻ പറ്റിക്കുമായിരുന്നോ? ഇവരാണെങ്കിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തില, അതുകൊണ്ട് അവർക്ക് ഈ അവസ്ഥ വന്നത് എന്ന് അവര് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടോ. ശേഷം അമലു കരഞ്ഞോണ്ടിരിക്കുകയാണ്. വേലു അമലുടെ അടുത്തേക്ക് പോകണ്ട. അമലു, നീ ഇങ്ങനെ കരയല്ലേ, നീ വേണ്ടേ മാമിനെ സമാധാനിപ്പിക്കാൻ. അമലു രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് വേലുവിനെ നോക്കി തൊഴുവാണ്. തെറ്റു പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും അമലു, നോക്ക്, ഞാൻ നിനക്ക് പലവട്ടം പറയല അവനെ വിശ്വസിക്കരുന്ന്, സാരില്ല, എന്തായാലും നടക്കേണ്ടത് നടന്നു. പക്ഷെ നമ്മുടെ പാവം മൂപ്പൻ ഈ അവസ്ഥയായല്ലോ, നീ വിഷമിക്കല്ലേ അമലു, നീ വേണം സമാധാനിക്കാനായിട്ട്. മാമിയുടെ കൂടെ എപ്പോഴും നീ വേണം. പിന്നെ നിനക്ക് വലിയ തെറ്റുകളൊന്നും പറ്റില്ലല്ലോ, അതെന്റെ മഹാഭാഗ്യം എന്ന് പറയാണ്. ആ സമയത്ത് അമലു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കട്ടെ. കാരണം തെറ്റുപറ്റിയ കാര്യം ആരോടും പറയാനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അമലുവിന്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് മൂപ്പന്റെ ഡെഡ് ബോഡിയൊക്കെ ദഹിപ്പിച്ചതിന് ശേഷം ബൈജും രതീഷും കൂടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. കിരൺ ചോദിക്കുന്നുണ്ട്, ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, അവിടെ നിൽക്കാതിരിക്കണേ നല്ലത്, കണ്ടാ നമുക്ക് സഹിക്കില്ല സാറേ, അതാടാ ഞാൻ വരാത്തത്. എന്ത് പാവങ്ങളാ സാറേ അവിടുത്തെ ജനങ്ങള്, അവരെ പറ്റിച്ച് അവൻ ഈ രീതിയിലായാലോ. എന്നാലും അവൻ ഈ രീതിയിലാക്കി ആ മൂപ്പന് തന്നെ അവൻ പണി കൊടുത്തല്ലോ, അവൻ അങ്ങനെ ആരുടെ സ്നേഹം ഉണ്ടോടാ എന്ന് ചോദിക്കാണ്. അല്ല, അപ്പൊ ബൈജു പറയണ്ട്, ആ അമലു എന്ന പെൺകുട്ടിക്ക് രണ്ട് ചതിയാ പറ്റിയിരിക്കുന്നത്. ഒന്ന്, അവൻ ആ വേലുവിനെ വേണ്ടെന്ന് വെച്ചിട്ട് ആ ഗംഗപ്രസാദിന്റെ കൂടെ പോയി. ഭാഗ്യത്തിന്റെ ചതിയൊന്നും പറ്റില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പറ്റിയോന്നും നമുക്ക് അറിയില്ലല്ലോ അളിയ. പിന്നെ വിശ്വസിച്ച് കൂടെ നിന്ന അവന്റെ സ്വന്തം അപ്പനെ തന്നെ കുത്തി. അതുകൊണ്ട് ആ പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറയാണ്. കിരൺ പറയണ്ട, എന്ത് പറയാനടാ, കാട്ടിലുള്ള ആൾക്കാർക്ക് നാട്ടിലുള്ള ആൾക്കാർ വരുമ്പോ അവിടുത്തെ ചിലൊരു സഹതാപം ഉണ്ട്. അവര് ഭയങ്കര വലിയ ആൾക്കാരായിട്ട് അവർ കാണുന്നത്. കാരണം അവർക്ക് പഠിപ്പും വിവരമൊക്കെ ഉണ്ടല്ലോ, ജോലിയുണ്ട്, പൈസയുണ്ട്, പിന്നെ കുറച്ച് സൗന്ദര്യം കൂടി ഉണ്ടെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങളെ പെട്ടെന്ന് വീടോടാ. അതാ അമലുവിനും പറ്റിയത് എന്ന് കിരൺ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കണത് ഗംഗപ്രസാദിനെ ആട്ടോ. ഗംഗയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഗംഗ പറയുന്നുണ്ട്, ഞാനേ ഫോണിൽ നിങ്ങളെ വിളിച്ചതിന് ശേഷം ഫോൺ ട്രാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പോലീസുകാർ, അതുകൊണ്ട് ഫോൺ ആ പുഴയിൽ തന്നെ വലിച്ചെറിഞ്ഞിട്ടാ ഇവിടേക്ക് വന്നത്. എന്നാലും ആ തേന് മാരക വിഷോടെ ഞാൻ ചേർത്തത്. ചന്ദ്രസേൻ എന്ന് പറഞ്ഞ ആ കിളവ് മാത്രമേ ആ തേൻ കുടിച്ചുള്ളൂ. എല്ലാരും കുടിച്ചെങ്കിൽ കൂട്ട മരണമായാനെ എന്ന് പറയുമ്പോ കൂട്ടുകാർ പറയണ്ട്, ഹോ അങ്ങനെയാണെങ്കിൽ നിന്റെ പണി ഒഴിഞ്ഞു കിട്ടിയാനെ അല്ലേ ഗംഗെ. അതെ, എന്ത് പറയാനാ, അവിടെയും ഭാഗ്യം അവരെ രക്ഷിച്ചു. എന്തായാലും ആ ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞവിടെ, അതുപോലെ തന്നെ ആ കാർത്തിക എന്ന് പറഞ്ഞ ഞാൻ വെറുതെ വിടില്ല, അവരെ രണ്ടുപേരും കൊന്നിട്ട് ഇനി ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയാണ്. എനിക്ക് നന്നിട്ട് വിശക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം മേടിച്ചിട്ട് വാ. അതുകൊണ്ട് അപ്പൊ ഗുണ്ടകൾ പറയണ്ട, എന്നാലും നീ ഇവിടെ നിൽക്ക്, ഞങ്ങളെ ഭക്ഷണം എന്തിനും മേടിച്ചിട്ട് വരാം. ഇവിടെ പോലീസിന് വരാൻ ചാൻസ് കുറവാണ്, അതോ വന്നാൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോവാണ്. ഗംഗപ്രസാദ് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.